നാളെ മീറ്റിംഗ് ഉണ്ട് പഞ്ചായത്തിൽ. ഞാൻ ആ മീറ്റിംഗില് നമ്മുടെ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കട്ടെ. എന്നിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലെത്താം. വേഗം എത്തണം. പിന്നെ മെമ്പർ ഒരു കാര്യം മറക്കണ്ട, ഇലക്ഷൻ സമയത്ത് ഈ പ്യാരിജാതനും സുഗതനും ഒന്നും ഇല്ലായിരുന്നു, ഞങ്ങളൊക്കെ അപ്പൊ അവരൊന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ. ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ ആലോചിക്കണല്ലാണ് ഭൂരിപക്ഷത്തിന്റെ കൂടെ മെമ്പർ നിൽക്കുക. അതെ 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 അതെ. അപ്പൊ അതൊരു കാര്യം ചെയ്യാം, നിങ്ങൾ വിട്ടോളി. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. എന്താ വിഷയം? കൊറോണയും മനുഷ്യത്വം. നല്ല വിഷയം. മനുഷ്യന്റെ ഒപ്പം എത്തി കൊറോണ, മനസ്സിലാക്കി. ശരി ശരി. ശരി. ഓ ആയിക്കോട്ടെ. അപ്പഴേ നടക്കണ്ട, അതില്ല ഭൂരിപക്ഷം അതിന്റെ ഒപ്പം നിന്നാണ് കൂടണ്ടല്ലോ. കുരുത്തം കെട്ട ജാതികള്. എന്താ കയ്യും കാലിട്ട് കാണിക്കണേ? ആരോടാ പറയണേ? ഇതാണ് കളിയില്ലേ? എവിടെയാണ്? അടുക്കളയിൽ എനിക്ക് എന്താ പണി? ട്രാഫിക് പോലീസിന്റെ പണി എനിക്ക്. എന്താ കയ്യും കാലും കൊണ്ട് കാണിക്കണേ? കേറി പോണി വെച്ചാലേ അവിടുന്ന് ഓരോ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അങ്കിടെ അടുത്തേക്ക് പോണോ ചങ്ങാതി? വെറുതെ നാട്ടുകാർക്കൊക്കെ രോഗം വരുത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? കൈകാലും അകത്ത് കയറി പോണം. ഓരോരോ പണിയും കാണിച്ചോണ്ട് വന്നിട്ടേ കേറി പോണാക്കി. ആ ഗുജറാത്തിൽ നിൽക്കുമ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു, അത് ബാക്കിയുള്ളൊരു സമാധാനം കളഞ്ഞു വെച്ചാല്. അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ഇജ്ജാതി പണിക്ക് കരുതെന്ന്. അത് ചൂടാറി, ചൂടുവെള്ളമല്ലേ കുടിക്കാൻ പാടും. ചൂടാക്കി തരാനും ഒരാളുമില്ല. എത്ര ദിവസമായി ആൾക്കാരൊക്കെ നേരിട്ട് കണ്ടിട്ട്. ഈ ക്വാറന്റൈൻ പറഞ്ഞ എത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം അത് ഞാൻ അറിയില്ല. ഞാനും കാണണ്ട, ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന് ഭ്രാന്ത് പിടിച്ച് ചാവുന്നതാണ്. കട്ട് ചെയ്തു, എടുക്കണില്ല. വേണ്ടേ? അവൾക്കും വേണ്ട. അപ്പോ 10-40 കൊല്ലം കൂടെ ജീവിച്ചതാ. എന്തിനും ഞാൻ വേണം. അപ്പൊ അവൾക്ക് എന്നെ കണ്ടുകൂടാ. കാലം പോണൊരു പോക്കെ. ഓ എന്തായാലും മാസ്ക് എടുത്ത് നന്നായി, അതുകൊണ്ട് തല നനഞ്ഞില്ല കേട്ടോ. അവരിവിടെ ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അതും പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമുള്ള ഒരാൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനോ. എന്താ എല്ലാരും ഉണ്ടല്ലോ, എന്താ കാര്യം? നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ല എന്നാ തോന്നുന്നത്. എന്ത് വിവരം? നമ്മളാ സുഗതം മയ്യത്തയച്ചു. സുഗതം നമ്മുടെ കോവിഡ് ഉണ്ണിയുടെ അച്ഛൻ പഞ്ചായത്തിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതപ്പൊ ഞാൻ വേറെ കൂട്ടി ഇങ്ങോട്ട് പോന്നെ. പറഞ്ഞു കൊടുത്തു. അല്ല വേറൊന്നല്ല, ഇപ്പൊ സംഗതി ആള് കോവിഡ് ഒന്ന് മരണപ്പെട്ടു. ആ മരണപ്പെട്ട ആളിനെ ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ കൊണ്ടുവന്നിട്ട് ദയിപ്പിക്കണം എന്നാണ് ഇപ്പൊ അവരുടെ കുടുംബക്കാരുടെ അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ.
ഇപ്പൊ എങ്ങനെയുണ്ട് ഇത് ഈറ്റക്ക് പറഞ്ഞാ മനസ്സിലാവേണ്ട മെമ്പർ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി ഏടോ ചെങ്ങായി മൂപ്പര് ആലോചിക്കാണ്ടും കണ്ടു പറഞ്ഞു നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറയും മെമ്പറേ. അല്ല കോയ, അതിപ്പോ ഒരാള് മരിച്ചു കഴിഞ്ഞാല് പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കണം എന്നാണ് വീട്ടുകാർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് എന്താ കുഴപ്പം? അത് അവരുടെ അവകാശമല്ലേ? അല്ല അങ്ങനെ ഇപ്പൊ ഇത് സാധാരണ മരണല്ലോ, കോവിഡ് വന്നിട്ടാണ് ആള് മരിച്ചേക്കണെന്ന് നമുക്കൊക്കെ അറിയണ കാര്യമാണ്. അങ്ങനെ ഒരു ചെങ്ങായിനെ പൊതു ശ്മശാനത്തിൽ കൊണ്ടിട്ട് അങ്ങോട്ട് ദഹിപ്പിച്ചാല്, ദഹിപ്പിക്കാന്ന് പറഞ്ഞപ്പോ ഇത് കത്തിക്കൽ തന്നെയാണല്ലോ. അതിങ്ങനെ ദഹിപ്പിക്കുമ്പോ അതിന്റെ മറ്റേതൊന്ന് വരുന്ന അതിന്റെ സയൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് മെമ്പറെ, ഈ കോവിഡ് വന്ന് മരിച്ച ആളിനെ നമ്മൾ ഇതുകൊണ്ട് ദഹിപ്പിച്ച് കഴിയുമ്പോ അയാളുടെ ശരീരത്തിലുള്ള അണുക്കള് അന്തരീക്ഷത്തിലൂടെ നമ്മളെ സാധാരണ ജനങ്ങളുടെ എല്ലാ മൂക്കിലേക്ക് കയറി എല്ലാരും രോഗികളാവൂലേ? വിഡ്ഢിത്തരല്ലേ? അത് വിഡ്ഢിത്തരാണ്. മൂക്കിൽ കയറിനെ കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇത് കത്തിച്ചു കഴിഞ്ഞവൻ എന്താണ് പ്രശ്നം? അവിടെയാണ് പ്രശ്നം. പറഞ്ഞു കൊടുക്കേ. മുമ്പ് നമ്മള് ഫാക്ടറിയിൽ നിന്ന് വിഷപ്പുക വരണമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും സമരം ചെയ്തു. മെമ്പർ നമ്മളെല്ലാരും വിഷമുണ്ടല്ലോ പോയി അല്ലേ? ഇപ്പൊ ഇവര് പറഞ്ഞ ദഹിപ്പിക്കണ്ടാന്ന് വേറൊരു കൂട്ടര് പറഞ്ഞത് കുഴിച്ചിടണം. കുഴിച്ചിടാനും സമ്മതിക്കില്ലെന്നാ. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ മണ്ണിന്റെ അടിയിൽ കൂടെ ഈ അണുക്കൾ പൊന്തി വരുന്ന പറയും. എന്താ ഇതിനൊക്കെ പറയാ? പിന്നെ മയ്യത്തെന്താ കാട്ടുക? എന്റെ മൊയ്തു കുഴിച്ചിട്ടാ വലിയ ദോഷമുണ്ട്. അറിവ് വിവരമുള്ളത് പറയണതൊന്നും മനസ്സിലാക്ക്. ഈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും വേരി കൂടെ ഇത് അങ്ങോട്ട് കയറും അണുക്കള്. അത് വരുന്ന പഴത്തിലും പച്ചക്കറിയിലും ഒക്കെ ഇത് പടരൂലേ അണുക്കള്. വിവരക്കേടാണ് മെമ്പറെ പറയുന്നത്. നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി വിവരമുള്ള ഒരാളല്ലേ നിങ്ങള്? ഏടോ ഇത് ഇങ്ങനെ തൊട്ട പകർന്ന സാധനം അല്ലേ? അപ്പൊ അതിന്റെ ഒരു ബാക്കി എന്താ അതിന്റെ കഴിവുണ്ടാവില്ല എന്നാ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ആളുകളൊക്കെ ഇപ്പൊ അറിഞ്ഞു വന്നോ? എല്ലാവരും അറിഞ്ഞേക്കണല്ലോ. എന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ആളുകൾ എന്താണ് പറയണത്? ആൾക്കാര് ദഹിപ്പിക്കാൻ പറ്റില്ല തന്നെ. ദഹിപ്പിക്കാൻ പറ്റില്ല എന്നാ ഇപ്പൊ എല്ലാവർക്കും അറിയണല്ലോ. എന്തിനാ ഇപ്പൊ പ്രത്യേകം പറയാള്? ദഹിപ്പിക്കാൻ അതിന്റെ സയൻസ് അതിന്റെ കൃത്യമായിട്ട് ആ വിവരം ദഹിപ്പിക്കാനും പറ്റില്ല, കുഴിച്ചിടാനും പറ്റില്ല. പിന്നെ എന്താ കാട്ടാന്ന് പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ബോഡി ദഹിപ്പിക്കണം എന്ന അഭിപ്രായമുള്ള ഒരു പാരക്കുണ്ട്. അത് വിവരമില്ലാത്ത ഒന്നോ രണ്ടോ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ ലബനും ഉണ്ട്. അപ്പൊ ഭൂരിപക്ഷത്തിന് ദഹിപ്പിക്കേണ്ടതാണ്. ആണല്ലോ വിവരം വിഭവമുള്ള ആൾക്കാരെ സമ്മതിക്കോ? മെമ്പറെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. ദഹിപ്പിക്കണ്ടെന്ന് ഇപ്പൊ ഇവര് പറയുന്നത്, കുഴിച്ചിടണ്ടെന്ന് വേറെ കൂട്ടരും പറയുന്നത്. പിന്നെ ഇത് എന്ത് കാട്ടുന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വേറെ കൂടെ കൂടരുത്. അല്ല അപ്പൊ കൂടുതൽ ആളുകൾ എന്താണ് പറയുന്നതെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോഴാണ് മെമ്പർ ആവുക. അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കോളേജ് ആ ഭാഗത്തേക്ക് പോവാ. എന്നിട്ട് സ്ത്രീകളോട് എല്ലാവരോടും കൂടെ ഇറങ്ങി വരാൻ വേണ്ടി പറയാ. റോട്ടിൽ നേരത്തെ അങ്ങോട്ട് എടുക്കുക, സമരം ചെയ്യാം. പെണ്ണുങ്ങൾ മുഴുവനാ. അല്ലാതെ പിന്നെ ഈ സോഷ്യൽ ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ പറയുന്ന ആളുകളല്ലേ? എന്റെ പൊന്നും മൊയ്തോ, നമ്മുടെ പഞ്ചായത്തിൽ ഇതേപോലെ വിവരമുള്ള എത്രയോ ആളുകളുണ്ട്. ഇനി ഇല്ലാത്ത ആളുകളോട് ഞാൻ പറഞ്ഞ അവര് കേൾക്കൂലേ? അപ്പൊ ഒരു കാര്യം നമുക്ക് നേരാണ് പോവാ. ആയിക്കോട്ടെ. അപ്പൊ എന്താ തീരുമാനം? പറ്റില്ല. എന്ത് പറ്റില്ല അത് പറയും. സംസ്കാരം പറ്റില്ല. സംസ്കാരം ഇല്ലാണ്ട് എങ്ങനെയാണ്? ഒരു സംസ്കാരമൊക്കെ വേണ്ട. ആ സംസ്കാരം അല്ല, ശവസംസ്കാരം. പറ്റില്ല. നിങ്ങളെ വിളിക്കണ്ട. നിങ്ങൾ വിളിച്ചോളെ, അത് ശരിയാവും. പറ്റില്ല. സംസ്കാരം പറ്റില്ല.